come and fly away with me. Don't you be afraid, everything will change. You and I, jumping off the edge. They say dreamers never die, so come and fly, come and fly, come and fly away with me. We're rising, we're falling, we're making moves. We're climbing, we're soaring, 1,000 views. We're rising, we're falling, we're making moves. We're climbing, we're soaring, 1,000 Somewhere by the emerald sea, where the moon and water meet. Somewhere close to harmony, when the world is sound asleep. Something's gonna bring the change, journeys we are meant to take. Something at the edge of space, calling us to fly away. Don't you be afraid, everything will change. You and I, jumping off the edge. They say dreamers never die, so come and fly, come and fly, come and fly away with me. We're rising, we're falling, we're making moves. We're climbing, we're soaring, 1,000 views. We're rising, we're falling, we're making moves. We're climbing, we're soaring, 1,000 views. Come and fly away, come and fly away, come and fly away with me. Come and fly away, come and fly away, come and fly away with me. Something's gonna bring the change, journeys we are meant to take. Something at the edge of space, calling us to fly away. എല്ലാവരും തുറവസ്ഥാനം സർവസ്നായ പിതാവേ ഞങ്ങളാമിതോന്നേ രാജവനായ ഞങ്ങളുടെ സുഹൃത്തിലെ പരിപൂരാമേ എല്ലാവരും സൃഷ്ടികളുടെ സ്ത്രീകളെ നിരയിട്ടാവുന്നു അടുത്തവരാണ് ഈശോ എഫെസോസ് 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം.
എബിൻ, നിമ്മി, അവരുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ, എബിൻ്റെയും നിമ്മിയുടെയും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന നിമിഷത്തിൽ അവർ ഇവിടെ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ജീവിതാവസാനം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരേ മനസ്സോടെ ജീവിക്കാം എന്ന് ഉഭയസമ്മതം ചെയ്തുകൊണ്ട് ഉടമ്പടി ചെയ്യുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ഇവരെടുക്കുന്ന ഈ തീരുമാനത്തിൽ ജീവിതാവസാനം ഒരു വിശ്വസ്തയോടെ നിൽക്കാൻ വേണ്ടി ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് വിശ്വാസത്തോടുകൂടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ജീവനായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെയണച്ചിടാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ.
സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി കൂദാശ യോഗ്യതയുടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും ഹൃദയത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുദ്രവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളുകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൊടിച്ചു നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. സർവാധിപന കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളുടെ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ പെൺമയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്.
അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനഘോഷം തുടരുകയായി, വചനമാരി പെയ്യുകയായി, ഹൃദയമാകും വയലിൽ കതിരുപോൽ വിളയട്ടെ നിൻ വചനം തിരുവചനം. വചനഘോഷം തുടരുകയായി, വചനമാരി പെയ്യുകയായി, ഹൃദയമാകും വയലിൽ കതിരുപോൽ വിളയട്ടെ നിൻ വചനം തിരുവചനം. നിൻ വചനം കൊണ്ടു ഞങ്ങൾ ധന്യരായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ വചനം കൊണ്ടു ഞങ്ങൾ ധന്യരായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ ഖാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികൾ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണിത്. ഗലീലയെ ഖാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ ഇന്ന് വിവാഹം എന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിന് ആരംഭം കുറിക്കുന്ന എബിനും നിമ്മിയും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കന്മാരും ബന്ധുമിത്രാദികളും എല്ലാവരും ഈ ദേവാലയത്തിലെ അൾത്താരയുടെ മുമ്പിൽ നമ്മളായിരിക്കുകയാണ്. ഒരുമിച്ച് ഒന്നു ചേർന്ന് ഹൃദയം തുറന്ന് നമ്മൾ എബിനും നിമ്മിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിവാഹം എന്നൊരു കൂദാശ, അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട മഹോന്നതമായ ഒരു കൂദാശയാണ്. കാരണം നമ്മളെല്ലാം വരുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മാതാപിതാക്കന്മാരുണ്ട്, വൈദികരാണ്, പക്ഷേ അപ്പനമ്മയുണ്ട്, അല്ലാതെ നമ്മളിവിടെ നിൽക്കുന്നില്ല. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് ഇതൊരു രഹസ്യമാണ് എന്ന് പറയുന്നത്. കാരണം കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ അകമഴിഞ്ഞ കാരുണ്യത്തിൻ്റെ സ്പർശനമാണ് ഓരോ കുടുംബാംഗങ്ങളുടെയും ജീവിതം. ഭാര്യയും ഭർത്താവുമായിട്ട് ഇന്ന് നിങ്ങൾ ഇവിടെ ആരംഭിക്കുന്ന ഈ ജീവിതം
നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഒരുമിച്ച് മുന്നേറുന്നത്, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും സമ്പന്നതയിലും അനാരോഗ്യത്തിലും ആരോഗ്യത്തിലും ഒന്നിച്ച് നിങ്ങൾ ജീവിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ആ തിരുവചന ഭാഗത്തെ ആസ്പദമാക്കി കൈകൾ വെച്ച് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളോട് കൂടെ, ഇവിടുന്ന് ദൈവം നിങ്ങളോട് കൂടെ ഇറങ്ങി വരികയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരെ നമ്മൾ കാണുന്നത്, പക്ഷെ ഇവിടെ 3 പേരുണ്ട്. ദൈവത്തിൻ്റെ അസാന്നിധ്യം തമ്പുരാന്റെ കരത്തിൻ്റെ കീഴിലാണ് ഇവര് കുടുംബം പണിയാനായിട്ട് പോകുമ്പോൾ. വളരെയധികം രഹസ്യാത്മകത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യക്തിത്വങ്ങൾ, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ വളർന്നു വന്നവര്, വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കള് ഒന്നിച്ച് പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് തുടങ്ങുന്നത് ഒരു രഹസ്യമാണ്. അവിടെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ രഹസ്യമാണ്. നല്ല മക്കളെ നൽകി സമൂഹത്തിനും സഭയ്ക്കും സമൂഹത്തിനും നിങ്ങളുടെ വിവാഹ ജീവിതം ഒരർത്ഥവത്തായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ വെള്ളനിലമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 23:1 എന്താണ്? കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. ഹൃദയത്തിൽ ഉറച്ച് ഇന്ന് നിങ്ങൾ പറയേണ്ട വചനമാണ്. നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ ഇടയൻ കർത്താവാണ്. കർത്താവ് എൻ്റെ ഇടയനാകുമ്പോൾ പണമല്ല, ധനമല്ല, സാമ്പത്തികമായിട്ട് ഉന്മനമല്ല, മറിച്ച് ദൈവം എൻ്റെ ഇടയനാകുമ്പോൾ, ദൈവം എൻ്റെ ഹൃദയത്തെ നയിക്കുമ്പോൾ, ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ നാഥനാകുമ്പോൾ എനിക്ക് ഒന്നിനും ഭയപ്പെടാനില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരും ദൈവത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുക. അത് തമ്പുരാന്റെ പദ്ധതിയുടെ ഇന്ന് നിങ്ങൾ തെളിച്ച ഈ ദീപം പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ ദൈവം വിളക്കായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാവും. വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് എന്നെ സ്പർശിച്ച ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനിടയാകുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ 2 ആൺമക്കളാണ്. ഞാൻ മൂത്തയാളാണ്. എൻ്റെ അമ്മയ്ക്കൊരു അസുഖം ഒരു 2 മാസം മുമ്പ് എൻ്റെ അമ്മയ്ക്കൊരു ഓപ്പറേഷൻ വന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. എൻ്റെ അനിയനും എൻ്റെ ഭാര്യയൊക്കെ ദൂരത്താണ്. അപ്പോൾ അപ്പച്ചൻ എന്നെ വിളിച്ചു. ഞാൻ പെട്ടെന്ന് ആശുപത്രിക്ക് ചെല്ലുകയാണ്. നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങളാരുമില്ല. അപ്പോൾ അതുകൊണ്ട് ബൈസ്റ്റാൻഡറായിട്ട് ആര് നിൽക്കും എന്നുള്ള വലിയ ചോദ്യമാണ്. കസിൻസിനെയൊക്കെ വിളിച്ച് നോക്കി, അവരെല്ലാവരും ഒക്കുപ്പൈഡാണ്. അവസാനം അപ്പച്ചൻ പറയാണ്, ഞാനാണ് ബൈസ്റ്റാൻഡർ, ഞാനാണ് ഇനി ബൈസ്റ്റാൻഡർ, വേറെ ആരുമില്ല. അപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് നിന്ന അപ്പച്ചനെയാണ്. ഞാൻ സ്ത്രീകളുടെ വാർഡാണ്. അപ്പോൾ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ എന്നോട് പറയാണ്, കണ്ടോ, എനിക്കൊന്നിനും ഒരു കുറവ് നോക്കാതെ രാവും പകലും അപ്പച്ചൻ അമ്മച്ചി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പം രാവും പകലും അമ്മച്ചിയുടെ അടുത്ത് അപ്പച്ചൻ നിൽക്കുകയാണ്. അപ്പോൾ അതെന്നെ ഒരുപാട് സ്പർശിച്ചു. കാരണം വിവാഹം എന്നൊരു കൂദാശയുടെ ഒരു രഹസ്യാത്മകത, ആ ഒരു ബന്ധം, അത് വാക്കുകളെക്കാൾ ഉപരിയാണ്. പരസ്പരം താങ്ങും തണലുമായി നിൽക്കുക, എന്ത് സംഭവിച്ചാലും കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ഉത്ബോധം ഇവരുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാൻ പിന്നീട് അമ്മച്ചിയുടെ 2-3 ദിവസം നിൽക്കാനുണ്ടായി. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമാണ്, അതായത് ഒരു ഹൃദയത്തിൻ്റെ ഐക്യം. അത് വേദനയിലാകട്ടെ സന്തോഷത്തിലാകട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു വിളി. അത് ദൈവം നിങ്ങൾക്കതിനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള പരസ്പരമുള്ള പങ്കുവയ്ക്കലൂടെ പരസ്പരം രോഗത്തിൻ്റെ സമയത്താണെങ്കിലും സന്തോഷത്തിൻ്റെ സമയത്താണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താങ്ങായിട്ട് നിൽക്കുക. അവിടെ അത് മക്കൾക്ക് മാതൃകയാണ്, ഞങ്ങൾക്കൊക്കെ അത് വലിയ മാതൃകയാണ്. എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല മാതാപിതാക്കന്മാരാകാനായിട്ടുള്ള കൃപാവരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ആയുസ്സും ഐശ്വര്യവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങൾക്കുണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ്റെ പേരിലും ഞങ്ങളുടെ സഭയിലുള്ള ഫ്രാൻസിസ്കൻ സഭയിലുള്ള അച്ഛന്മാരുടെ പേരിലും ഈ അരിശൻ്റെ പേരിലുള്ള മംഗളവും ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മധുരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ.
അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂരന്മാർ വിവാഹം എന്ന കുദാശയിൽ ബദ്ധരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. സാക്ഷികൾ രണ്ടുപേരും രണ്ട് ഭാഗത്തു നിന്നുള്ളവർ. എബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നിമ്മിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? നിമ്മി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. പരസ്പരം രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് നിൽക്കാം. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതരാമീശോയും പിതാവും കന്യാംബികയും ഓമൽ സുതരാമീശോയും
കുടുംബമായി യാഗവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം എന്നിനവിൽ നിന്നുതിരും എഴുതി എൻ മനസ്സിന്റെ ദുഃഖങ്ങൾ ചൊല്ലും എന്നും നിനക്കിടുവാനായി എൻ കഥനവും കണ്ണീരും മാത്രം സ്വീകരിക്കണമേ നാഥ സർവവും ദിവ്യകാരുണ്യമേ കൃത്യനാനന്ദമേ ദിവ്യകോദാശയ എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ ദിവ്യകാരുണ്യമേ കൃത്യനാനന്ദമേ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ സ്നേഹക്കുളിരായി നിറയൂ ഇന്ന് വൃത്തിയിൽ നിത്യം ആരാധന സ്തുതി നാഥ നിത്യം ആരാധന സ്തുതി നാഥ സ്നേഹം
ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം അപ്പാതയർപ്പിക്കാം. സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം അപ്പാതയർപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം, ദിവ്യ സൗഭാഗ്യം അങ്ങയുടെ സ്വന്തം. ആത്മാവുണർന്നതിൻ സ്തുതിഗീതികളാ മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂരിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ കൃത്തിൽ. നിത്യം ആരാധനാ സ്തുതി നാഥാ, നിത്യം ആരാധനാ സ്തുതി നാഥാ. ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നായകനായ മാറിയ യോസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാമിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടും നമ്മിൽ വർഷിച്ചു. അബ്രാഹത്തെയും സാറായെയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളിടണമേ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. സ്നേഹവും ശാന്തിയും പുലർത്തിടുവാൻ ദൈവമേ ഇവരിൽ കനിയണമേ. സഹായമേകും സ്നേഹിതരെ നൽകണമേ നിൻ കൃപയാലേ. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിമാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറുടെ മേൽ സ്വസ്തി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. You are a picture, and every piece seems to fall into place. You are the moment when I know that I will never be the same. And every word that I could find in the corners of my mind will never be enough to let you know. This love is the best thing I have found. Like a garden bursting through the ground. Every hope brought to life every day.
loved ones, family, and friends. Save the date and get ready to celebrate the union of two amazing souls. We are beyond thrilled to invite you to join us for the wedding celebration of Mr. Eben Sebastian and Mrs. Nimi George. This joyous occasion promises to be filled with laughter, tears of happiness, and unforgettable memories. Join us as we gather to witness the love and commitment of these two wonderful people. ദൈവം നിശ്ചയിച്ച ഈ പുണ്യബന്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും, പ്രത്യേകിച്ച് ദൂരെ നിന്ന് വന്നവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം, ചങ്കു കൊടുക്കും ചഞ്ചുകളെല്ലാം ആർപ്പ് വിളിച്ച് കൂടണ കല്യാണം. ചക്കരമെണ്ണും ടെൻഷനടിച്ച് ചങ്കുപറിച്ച് ചേർന്നൊരു കല്യാണം. And gentlemen, family and friends, it's an absolute pleasure to welcome the beautiful bride, Mrs. Nimi George, and the handsgroom, Mr. Eben Sebastian, to the celebration of a lifetime. Today, we gather to witness the union of two loving souls, surrounded by love, laughter, and joy. Let's raise our glasses and toast their happiness, love, and future together. സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെട്ട ഈ വിവാഹബന്ധത്തിന്റെ രാജകുമാരനെയും രാജകുമാരിയെയും നമുക്ക് വേദിയിലേക്ക് വരവേൽക്കാം. ഒരു വലിയ കയ്യടിയോടെ എബിച്ചേട്ടനെയും നിമ്മി ചേച്ചിയെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി വധുവിനെയും വരനെയും നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം. Let me introduce our handsome groom, Mr. Eben Sebastian, son of Mr. Sebastian and Mrs. Ruby Sebastian, and Eben is professionally a chef. And here is our stunning bride, Mrs. Nimi George, daughter of Mr. George Gutti and Mrs. Siji George, working as a nurse in UK. I think the stage is incomplete without the parents, right? Yes, that's right. ഈ ഒരു സുദിനത്തിന് കാരണക്കാരായത് ഇവരുടെ പാരൻസ് കൂടിയാണ്. So let's invite the parents and siblings onto the stage. First of all, നമുക്ക് എബിച്ചേട്ടൻ്റെ ഫാമിലിയെ വെൽക്കം ചെയ്യാം. Let's welcome the proud parents of the groom, Mr. Sebastian and Mrs. Ruby Sebastian, along with Eben's elder brother, Mr. Ebi Sebastian, and his wife Shiji, and the adorable little baby Ryan onto the stage. ഇനി നമുക്ക് നിമ്മി ചേച്ചിയുടെ ഫാമിലിയെ വെൽക്കം ചെയ്യാം. Introducing the esteemed family of the bride, Mr. George Gutti and Miss Siji George, who bring immense joy and pride to this celebration with her beautiful younger sisters, Miss Minu and Miss Lena. Family members who have joined us today, your presence means the world to us, and we are honored to have you here to share in the joy and celebration. And the candles glow. Let's ignite the flame of love and commitment. Our beloved couple, Eben and Nimi, will now come together to light the unity candle, symbolizing the union and the joining of the families. ദീപം കൊളുത്തുന്ന ചടങ്ങിനായി നവദമ്പതികളെയും കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുന്നു.
celebration, guys. It's time for the cake cutting ceremony. Our lovely couple will now share their first moment as a married couple. Let's gather around and witness the sweetness of their love. സ്നേഹബന്ധത്തിന്റെ ഈ മധുര നിമിഷം ആഘോഷിക്കാൻ കേക്ക് മുറിക്കുന്ന ചടങ്ങിനായി നമുക്ക് നവദമ്പതികളെയും കുടുംബാംഗങ്ങളെയും ക്ഷണിക്കാം. Wine tasting ceremony. We know wine is a symbol of richness, is it? കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി ദമ്പതികളെ ആശീർവദിച്ച് യേശുവിനെ നമുക്ക് അനുസ്മരിക്കാം. വൈൻ എടുത്തു കൊടുക്കുന്നതിനായി സെബിച്ചേട്ടനെയും ഷിജി ചേച്ചിയെയും ക്ഷണിക്കും. ആരും കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും. നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേ കിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ.
തബല തബല തുക ബന്ദി വയ്ക്കും അവനെ ചുമക്കി പോട്ട മൈല മൈല എന്ന് മായ കരിയേ മായ കരിയേ വലയ പട്ടി തബല തബല തുക ബന്ദി വയ്ക്കും അവനെ ചുമക്കി പോട്ട മൈല മൈല എന്ന് മായ കരിയേ സ്വരം പോലെ സ്വരം പോലെ വന്ന നീ 7 സ്വരം പോലെ വന്ന 8 സ്വരം നാണ 8 സ്വരം നാണ सलाम सलाम मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह जिजती जासिम खालिद अल मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കണവത്തൽ കുടമുല്ല പുതല്ലോ മണിമുക്കും പൊന്നിന്റെ ഉടവാളം ഉണ്ടല്ലോ മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനം വന്നല്ലോ മുല്ലപ്പൂവിൻ ചേലൊച്ച വെള്ള പഞ്ഞി കുപ്പായം വെള്ളിച്ചുള്ള ചിന്നത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ മുല്ലപ്പൂവിൻ ചേലൊച്ച വെള്ള പഞ്ഞി കുപ്പായം വെള്ളിച്ചുള്ള ചിന്നത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ सलाम सलाम मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह जिजती जासिम खालिद अल मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह சத்து சத்துன்னு அடியை போட்டு விட்டுருவேன். என்ன சண்டைக்கு கூட்டாம ஒன்னா பண்டையும் போட்டு நாம்பையும் போல வந்தடி மன்னிப்பு கேட்டு அப்பையும் வீட்டுல குத்த போறாங்கல்ல போலீஸ் கம்ப்ளைண்ட் முஞ்சா என்ன குண்டுல நிப்பாட்டு நம்மளுக்கு இருக்கு சப்போர்ட் உன்னை கூட்டு போவேன் ஜிப்ல வச்சு கட்டின பொண்டாட்டி அவங்க டாக்டர் நாம வரவே வாங்க உன்னோட மாமியா டான்ஸ் போறா என்னோட ஏரியா Sumpasino, Plate Maria. जातो तर ऑलरेडी उशिरा आलाय मोठे मला कसले रे कमी सांगू का मम्मीला तू बनतो शान माझी सासू तुझी मदर माझी होणारी हमसफर आय लाईक युअर ब्युटी आय लाईक युअर फॅशन तुझ्यावर थांबून माझी नजर एक नंबर तुझी कंबर हाय चाल शेकी शेकी हाय किती सुंदर तुझं डिंपल जे पाहिजे ते घेते एक नंबर तुझी कंबर हाय चाल शेकी शेकी हाय किती सुंदर तुझं डिंपल जे पाहिजे ते घेते More than one? I'm sure there's going to be more than one unpleasant surprise before we're done. Yo, what's up? ഭരണനാളി ഉത്സവം നടക്കുമ്പോൾ ഭരണനാളി ഉത്സവം നടക്കുമ്പോൾ കുപ്പിവളക്കണക്കുള്ളിൽ ചിപ്പിവളം പുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം തേരോട്ടം തേരോട്ടം
പാടി പണ്ടത്ത് തുഴഞ്ഞ് പടക പഠിച്ച് പണ്ടിയ പട കേറി കണ്ടടേ ഉലച്ചു മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അഴകീശ കണ്ടടേ ഉലച്ചു മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം കണ്ടമാന കണ്ടകാല തമിഴ് പാടി തേരി നടന്നുള്ള അടിയമ്പാടിയേ കളിയെ പോകുന്നേ ഹരഹരോ ഹരാ അവൻ സുന്ദരിയേ മുത്തമുന്തിരിയേ അവൻ സുന്ദരിയേ മുത്തമുന്തിരിയേ തുഴവ തുഴൽ തണ്ടന പാടി ചടക്ക് പടക്ക് തുഴഞ്ഞ് പടക പതിച്ച് പാട്ടിയെ കൊണ്ട കേൾവി ൊരാകാശത്താവിന്ന് കനൽ മിന്നൽ കാറ്റിരമ്പ് ചിതറും അവിടെയും പുകചിന്തും മണിമുറ്റത്തമ്മാനം കളിയാടും കാവളിതൻ കുംഭമേളം അമ്മാടിയേ കബഡി മജാ മജാ ഹര ഹരോ ഹര പാവൻ സുന്ദരിയേ മുത്തമുന്തിരിയേ പാവൻ സുന്ദരിയേ മുത്തമുന്തിരിയേ പാടി പണ്ടു കുഴിഞ്ഞ് പടക പഠിച്ചു പാട്ടിയ പട കേറി അടീശ കണ്ടടേ ഉരച്ചു മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടീശ കണ്ടടേ ഉരച്ചു മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അവൻ സുന്ദരിയേ മുത്തമുന്തിരിയേ അവൻ സുന്ദരിയേ മുത്തമുന്തിരിയേ അവൻ സുന്ദരിയേ മുത്തമുന്തിരിയേ അവൻ സുന്ദരിയേ മുത്തമുന്തിരിയേ मस्ताना लगता रे ओ रब्बा मेरे मस्त नैन दीवाना करता रे पन्नो सोनी रूप तेरा मस्ताना लगता रे ओ रब्बा मेरे मस्त नैन दीवाना करता रे सजने दुल्हन तो प्यारी कितनी सलोनी रे तेरा बिन जीने लगता रे माही वे तू ना शर्माना रे अखिया तेरे ये क्यों कतराए रे ആശകൾ കരിമിഴികളിൽ എഴുതിയ കനവിൽ വിരിയുകയാണ് അനുരാഗവും
ലതയേറും താളം നാടൊന്നായി മൂളും ഗാനം താഴമ്പൂക്കൾ നീ ചൂടൂ തെന്നലേ मेरे संग जीना आजा सोनिए हाय ओ महिया आजा तेरा ये मन रे बदला ये साजन हो जाना तू तेरे संगी रे मणिमार मंगलिनीയും പോരില്ലേ മുല്ലപ്പൂവേ മംഗളമാധവനം പഠിച്ചേരില്ലേ പലനാളായി പൊന്നേ നിന്നെ കാണുമ്പോഴെല്ലാം പറയാതെ നെഞ്ചിലൊളിച്ചില്ലേ നാളാണേ അവനെ കണ്ടാൽ കണിവച്ചതുപോലാണ് ओ महिया आजा तेरा ये मन रे बदला ये साजन हो जाना तू तेरे संगी रे मणिमार मंगलिनीയും പോരില്ലേ മുല്ലപ്പൂവേ മംഗളമാധവനം പഠിച്ചേരില്ലേ ഇരുവണ്ണ നിന്നോ ചേരും മാംഗല്യം വേണിപ്പെണ്ണേ നിന്നോ വണ്ണ ചോറും പറയാതെ വന്നിൻ ജീവനിൽ നിറമേകി അറിയാതെ മറുപാതിയായ എന്നുള്ളിൽ നീ പടരുന്നു മായാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ
അറിയാതൊന്നു ചേർന്നില്ലേ തമ്മിലറിയുന്നേ വാക്കു തിരയാതെ കണ്ണുകളും ഒരു ചെറു ചിരിയാൽ ഇന്നു മിണ്ടുന്നേ കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേവാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകേവാ വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയായി എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെഴുന്നേറ്റ് വിളക്കുകൾ ഒരുക്കി. എണ്ണ കരുതി ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു.